ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭവനത്തിലാണ്. ഇവിടെ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗണപതി വിഗ്രഹങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ വരാനൊരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാണ്. ഇങ്ങനത്തെ ഗണപതി വിഗ്രഹങ്ങൾ, ഒത്തിരി ഗണപതി വിഗ്രഹങ്ങളുണ്ട്. ഇതിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലത്തെ വിഗ്രഹം ഒന്നും തന്നെ ഇല്ല. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ഒരുപോലത്തെ ഗണപതി വിഗ്രഹം ഇല്ല, എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. അതായത് ചുമരയിൽ കൊത്തി വെച്ചേക്കണ വിഗ്രഹങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, ഇത് ഒത്തിരി കണ്ടു തീർക്കാൻ പറ്റൂല, അത്രയുണ്ട് വിഗ്രഹങ്ങൾ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം ഇത്രയും വിഗ്രഹങ്ങൾ. അതും ഗണപതിയിൽ ഒരെണ്ണം പോലും വേണ്ട. എന്താ ചെങ്കലിൽ കൊത്തിവെച്ച ഗണപതി കണ്ടോ, ഭിത്തിയിൽ ചെങ്കലിൽ കൊത്തിവെച്ച വിഗ്രഹമാണ് ഇത്. സാറേ, ഇതിപ്പോൾ ഇത്രയും വിഗ്രഹങ്ങൾ, ഇപ്പോൾ അതിൽ ഒരെണ്ണം തന്നെ രണ്ടെണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം വ്യത്യസ്തമായിട്ടാണ് കണ്ടേക്കണേ. അപ്പോൾ സാറിന് ഇതെന്താ സാറിന് പ്രചോദനം ഇത്രയും വിഗ്രഹങ്ങൾ എങ്ങനെ വെക്കാൻ? കുറേ 25 കൊല്ലം മുമ്പ് കുറേ ഗണപതികൾ ഒരുമിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇസ് ദർ എനി കണക്ഷൻ ഓർ എവറിത്തിങ് ഈസ് ഡൺ ബൈ ഗോഡ്? ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാരാജാവ് എന്നെ വിളിച്ചു. മഹാരാജാവ് വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ ഒരു ഗണപതി 350 പഴക്കമുള്ള ഒരു ഗണപതി അദ്ദേഹം പൂജിക്കുന്നതാണ്. സ്വാതിരുന്നാളിന്റെ കാലം മുതൽ അവർ പൂജിക്കുന്നത്. എനിക്ക് തരണമെന്ന്. അപ്പോൾ എന്നെ അവിടെ കൊട്ടാരത്തിലോട്ട് വിളിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ പോകുന്ന ആളാണ്, പക്ഷേ ഐ ആം നോട്ട് അലൗഡ് ടു ഗോ ഇൻസൈഡ് ദി പാലസ്. ഔട്ട്സൈഡിൽ വരേണ്ട വരെ നമുക്കൊക്കെ. That day he took me inside to his private puja room, Tevaram. Okay. He did an elaborate puja on this Ganapati. At the end he handed over to me. കൈ കാണിക്കാൻ പറഞ്ഞു. വളരെ ഓൾഡായിരുന്നു. He could lift that and give me. അന്നൊരു മാരുതി കാറാണ് എനിക്ക്. ഞാൻ ഫ്രണ്ട് സീറ്റ് ഇവിടെ കൊണ്ടുപോകും. ഇവിടെ വന്നപ്പം ലാൻഡ് ഫോണാണ്, ലാൻഡ് മറ്റൊന്നുമില്ല. അത് പറഞ്ഞ് മഹാരാജ വിളിച്ചു പറഞ്ഞു, സ്വാതിരുന്നാളിൻ്റെ ഗണപതിയാണ്, ഇത്രയും കൊല്ലം പഴക്കമുണ്ട്. It is not for showcase. You have to do everyday puja and devana. Then I thought some meaning is there. Then later when I was digging for the lawn, ഞാൻ വെച്ചിട്ടൊരു ലോൺ ഉണ്ടാക്കാനായിരുന്നു, ഭൂമി കുഴിക്കണമല്ലോ. ഐ ഗോട്ട് ഐഡൽസ്
So that means there would have been a temple centuries back here. ഓക്കെ. അന്ന് എക്സ്കേവേറ്റ് എല്ലായിടത്തും ഞാൻ വെടി വെച്ചിട്ടുണ്ട്. പുറത്ത് കയറി വരുമ്പോൾ കാണാൻ അതല്ല, അല്ല. ഇവിടെ ഈ സൈഡ് കാണിച്ചു തരും. ഓക്കെ ഓക്കെ. അത് ഞാൻ ഇഫ് ഐ ഗിവ് പബ്ലിസിറ്റി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുത്തു. ഓക്കെ. അതാണ് ഞാൻ അപ്പൊ ഇത് ചെയ്യിപ്പിക്കണത് എവിടെയാ സാറ്? ഈ വിഗ്രഹങ്ങൾ ചെയ്തെടുക്കണത് എവിടെയാ ചെയ്യുന്നതല്ല, അല്ല അത് ചെയ്യിപ്പിക്കണത് എവിടെന്നാ? പലയിടത്തുണ്ട്. ആണല്ലേ? അതെല്ലാം ആൾക്കാർ വാങ്ങിച്ചോണ്ട് വരും. അതിപ്പോ സാറിന് തന്നെ കൺഫ്യൂഷൻ ഇല്ല. ഇത് ഒരേ ടൈപ്പിൽ വിഗ്രഹം ഇല്ല, രണ്ടെണ്ണമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതെങ്ങനെ മനസ്സിലാവും ഇത് മുമ്പ് ചെയ്തതാണ്? എനിക്കറിയാം, 25 കൊല്ലമായിട്ട് ഇതിനിടയിലല്ലേ, ഗണപതിയുടെ ഇടയിലല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗണപതിയാണ് ഒരെണ്ണം പോലും ഒരുപോലെ ഇല്ല അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു നമുക്കൊരു അതിശയം തോന്നുന്ന ഒരു ഫാക്ടർ. എല്ലാം വ്യത്യസ്തമാണ്. ഒരെണ്ണത്തിന്റെ തന്നെ രണ്ടെണ്ണം ഇല്ല, ഒരുപോലത്തെ ഒരെണ്ണം പോലും ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുക്കളയിൽ കൊണ്ട് ഗണപതി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കാണിക്കും, ഇവിടെ നോക്കുക. ഇത് സാറിന്റെ കിച്ചണാണേ. കിച്ചണില് ഇതൊരു ഭയങ്കര അതിശയായിട്ടുള്ള കാര്യമാണല്ലേ? സാറിന്റെ കിച്ചണൊക്കെ ഉള്ളതാ. ഡോറിലുണ്ട്, ഡോറിൽ നോക്കിയേ, ഡോറിൽ അതുപോലെ സാറിന്റെ വീട്ടില് കുറെ മോണോക്രോപ്പ് പെയിന്റിങ്സ് കുറേ ഉണ്ട് കേട്ടോ, ഇത്തിരി ഉണ്ടേ. ഇത് സാറിന് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കും അല്ലേ? സാറിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ. ഈ കാണുന്നതൊക്കെ സാറിന് ഗിഫ്റ്റ് കിട്ടിയതാണേ. അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? ഒത്തിരി അവാർഡ്സും സാറിന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതൊന്നും കണ്ടു തീരില്ല, അത്രയും ഉണ്ട്. ഉണ്ടായില്ലേ? ആണോ? ഈ പ്രാവശ്യത്തെ കേരള പിറവിയുടെ പുരസ്കാരം കിട്ടിയതാണ് സർക്കാരിന്റെ. ഓക്കെ, അതെ അതെ. മ്യൂറൽ പെയിന്റ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് മ്യൂറൽ പെയിന്റ് ഉണ്ട്. ഫെസ്റ്റിവൽ വെച്ചിട്ടുണ്ട്. ആണോ? ആ ആ ആ 10 കുട്ടികൾ വന്നിട്ട് അവര് വരച്ചതാണ് കേട്ടോ ഇത്. സാറിന്റെ കീഴില് 10 ദിവസം കൊണ്ട് വരച്ചാന്നാ പറയുന്നേ. അതെ അറിയാം. കല്ല്, പച്ചല എന്നിവയെ കൊണ്ടാണ് ഉണ്ടാക്കിയ മ്യൂറൽ പെയിന്റ് ആണ് ഇത്. ഈ വിഗ്രഹമാണ് യേശുദാസ് വെച്ചതാണ് ഇപ്പത്. കന്നിമൂല നോക്കി നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് വെച്ച ഗണപതിയുടെ വിഗ്രഹമാണ്. കന്നിമൂല നോക്കി വെച്ചതാണെന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ കല്ലുകൾ കുത്തി കണ്ടിട്ടുള്ള വിഗ്രഹങ്ങളാണ്.
അപ്പൊ സാർ ഓക്കെ ഒരു ബായ് പറഞ്ഞേക്കല്ലേ? Bye bye. ഓക്കെ.